ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുത്താലോ? അപ്പം ഞാൻ വേറെ ആരുടെ അല്ല കേട്ടോ, സെലിബ്രിറ്റീസിൻ്റെ ഒന്നല്ല ഞാൻ എടുത്തേക്കുന്നത്, എൻ്റെ സ്വന്തം ചേച്ചിയുടെയാണ്. ഞാനും ചേച്ചിയും എനിക്ക് തോന്നുന്നു ഇന്ന് വരെ നമുക്ക് ഒരു തരത്തിലുള്ള റിസംബ്ലൻസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വേറുള്ളവർ പറഞ്ഞിട്ടായാലും ഒന്നോ രണ്ടോ പേര് ഇടയ്ക്കെങ്ങാനും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ, അല്ലാണ്ട് അവളും തമ്മിൽ ഞാൻ അവളുടെ ഒരു പിക്ചർ ഇവിടെ കൊടുക്കാം. ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവും വന്നിട്ടില്ല. ഫേസ് തമ്മിൽ ഒരു ബന്ധം ഇല്ലാത്ത പോലെയാണ് എനിക്കും തോന്നല്, അവൾക്കും തോന്നല്, മറ്റുള്ളവർക്കും തോന്നല്. അപ്പം ഒന്നോ രണ്ടോ പേര് തോന്നിയിട്ടുണ്ടെങ്കിലുള്ളൂ നമ്മുടെ ഫേസ് ഒരേപോലെ ഇരിക്കുന്ന പോലെ, അല്ലാണ്ട് നമ്മൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അവളുടെ ആ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നൊരാഗ്രഹം. അപ്പം ഞാൻ എന്താണെന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകണേ. ഞാൻ ഓൾറെഡി ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനിവിടെ കാണിക്കാം. അപ്പം അതേ അതിൽ അവൾ ഇട്ടേക്കുന്ന അതേ സെയിം കോസ്റ്റ്യൂം അവളുടെ ഡ്രസ്സ് കേട്ടോ, അതൊക്കെയാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. സിസ്റ്റേഴ്സ് ഉള്ളവരുടെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ്, അവരുടെ ഡ്രസ്സ് എടുത്ത് നമുക്ക് ഇടാൻ പറ്റും ഈസി ആയിട്ട്. അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ 2K കിഡ്സിനൊക്കെ അറിയായിരിക്കും, ഇപ്പോൾ ഉള്ളവർക്ക്. ഞാൻ 2K ആണ് കേട്ടോ, ഞാൻ 2000 കറക്റ്റ് 2Kയിൽ ഉണ്ടായതാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ചേച്ചീനെക്കാട്ടും എനിക്ക് വലിപ്പധികമാണ്. ഞാൻ മൂത്താളും അവൾ ചെറുതാണെന്ന് എല്ലാവരും വിചാരിക്കുക. അതേപോലെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കാണാനിരിക്കുന്നത്. എനിക്ക് ഈ ഡ്രസ്സിൽ ലേശം ടൈറ്റ് ഉണ്ട്. അവളെ ഓവർ സൈസ്ഡ് ആയിടുന്നത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസിലിടാം, അത്രയേ ഉള്ളൂ. എൻ്റെ പെർഫെക്റ്റ് സൈസിലുള്ളത് അവൾക്ക് ഓവർ സൈസ് ആയിട്ട് ഇടാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ കേട്ടോ. യൂഷ്വലി അവളുടെ ഡ്രസ്സ് എനിക്ക് അങ്ങനെ കയറാറില്ല. അവൾ ഈ കറക്റ്റ് ഫിറ്റിങ്ങിലുള്ളതൊന്നും എൻ്റെ 7 അയലൊക്കത്ത് കയറാറില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. എനിവേ ഇതെനിക്ക് ഫിറ്റാണ്. അപ്പോൾ ഞാൻ ഇതെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞ് വലിച്ചു നീട്ടാണ്ട് തുടങ്ങാം. അവളുടെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം കേട്ടോ. പക്ഷെ ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഐബ്രോസ് അവളുടെ അടിപൊളിയാണ്. എനിക്ക് അങ്ങനത്തെ ഐബ്രോസ് ആക്കിയെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. പിന്നെ എൻ്റെ കണ്ണൊരു നീണ്ട കണ്ണാണ്, അവളുടെ ഒരു ഉണ്ട കണ്ണാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ നമുക്ക് എങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മോയ്സ്ചറൈസർ ചെയ്തിട്ടാണോ BB ക്രീം, ഫൗണ്ടേഷൻ അല്ല യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. BB ക്രീമാണെന്ന് തോന്നുന്നു കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ആ മുഖത്ത് തേക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്, എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ BB ക്രീമാണ് കേട്ടോ തേക്കാൻ പോകുന്നത്. ഞാൻ കവറേജിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള അതേ BB ക്രീമാണ്. പോൺസിൻ്റെ ഒരു ഇത്രയും എമൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ BB ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പൗഡറും കാര്യങ്ങളൊന്നും ഇടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ അത് വേണ്ട. ഇനി ഐബ്രോസ് നെക്സ്റ്റ് നോക്കാം അല്ലേ. ഐബ്രോസ് അവൾ ഫില്ല് ചെയ്യാറില്ല. അവൾ ജസ്റ്റ് ആ സ്പൂണിൽ വെച്ചിട്ട് ഇങ്ങനെ ചീകി വെക്കാറാണ്. കാരണം ദൈവം വാരി കോരി അവൾക്ക് ഐബ്രോസും അതിൻ്റെ കളറും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം അവൾക്ക് വന്നിട്ടില്ല. ബട്ട് എനിക്ക് അങ്ങനെ അല്ലാത്ത കാരണം എനിക്ക് ദൈവം ലേശം പിശുക്ക് കാണിച്ചിട്ടുള്ളത് കൊണ്ടും ഞാൻ ഐബ്രോസ് ആ രീതിയിലേക്കൊന്ന് ആക്കിയെടുക്കട്ടെ. ഒരു മല കണക്കാണ് കേട്ടോ അവളെ പിരികിരിക്കുന്നത്. അപ്പം നമുക്ക് മല വരയ്ക്കാം. എൻ്റെ പൊന്നെ, ഈ ഒരു പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ചെയ്യിച്ചെടുക്കൽ വലിയ ടാസ്ക് ആണ് കേട്ടോ. കാരണം ഞാൻ ഇതൊക്കെ ഫില്ല് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ, ഒരിക്കലും ഇങ്ങനെ വരയ്ക്കാനൊന്നും എടുത്തിട്ടില്ല. ആവോ ഫൈനൽ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് എവിടെ എത്തിയത്. വാവ്, ഇതാണ് കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്ന് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും തളരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നാമത് തുടങ്ങിയിട്ടുള്ളൂ, അന്നേരത്തേക്ക് എങ്ങനെ തളരുക. എൻ്റെ ഒരു ചേട്ടായി ഉണ്ട്, പുള്ളി ഇങ്ങനെ എന്നെ അപമാനിച്ച് കമൻ്റ് ഇട്ടിട്ട് അയ്യോ, അതിനെ കണ്ടുള്ളൊരു ശല്യം. ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, അതെനിക്കിങ്ങനെ സ്ക്രീനിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഐബ്രോസ് ഞാൻ ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കണ്ണ് നമുക്ക് ഉണ്ടക്കണ്ണാക്കണം അല്ലേ. അവൾ പക്ഷെ ഒരു ചെറിയ കുഞ്ഞി ലൈനാണ് കേട്ടോ ഇടാറ്, അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര കട്ടിയിലൊന്നും വരച്ച് വെക്കാറില്ല. പക്ഷെ എനിക്ക് കട്ടിയിൽ വരച്ചാലേ അങ്ങനത്തെ ഒരു ഉണ്ടക്കണ്ണ് വരുള്ളൂ, അല്ലാത്ത പക്ഷം എൻ്റെ കണ്ണ് നീണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഉണ്ടക്കണ്ണാക്കട്ടെ. നമുക്ക് പിന്നെ ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ട്, അതുകൊണ്ട്
കണ്ണിങ്ങനെ ഒരു ഐഷാഡോ ഇട്ടല്ല, എൻ്റെ ബ്രൗൺ ഐസ് ഉണ്ടല്ലോ, ഞാനുണ്ടാക്കിയ ബ്രൗൺ ഐസ് അതേപോലെ ഇരിക്കും. അല്ല, അത് അതൊരു കൊച്ചു കമൻറ്റ് ഇട്ടേക്കുന്ന കേട്ടോ, കൊച്ചാണെന്ന് പറയത്തില്ല, ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നതാണ്, ആരോ ഒരു ഇടി തന്ന പോലെ ഉണ്ട് എന്ന്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നി കേട്ടോ. പക്ഷെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കണ്ണങ്ങനെ ഒരുമാതിരി ഒരു കളറിൽ ഒരു ഇടി ഇട്ട് പോലെ ഇരിക്കുന്നത്. പക്ഷെ അവളുടെ കണ്ണ് അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കെന്നാൽ കുറച്ച് കറുപ്പിച്ച് നോക്കാം അല്ലേ. അവളുടെ കണ്ണങ്ങനെ ഇരിക്കുന്നതാണ്, നമ്മൾ ലേശം കറുപ്പിച്ച് നോക്കണമല്ലോ. ഓക്കെ, അപ്പോൾ കറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടക്കണ്ണ അറ്റംപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉണ്ടക്കണ്ണാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് ഉണ്ടക്കണ്ണാക്കട്ടെ. ഇത് കാണുമ്പോൾ എനിക്ക് ഗ്ലാമികങ്ങ വരച്ച പോലെ തോന്നാം കേട്ടോ. കാരണം അവരുടെ ഒരു ഐ മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ വരയ്ക്കുന്നത്. പക്ഷെ ഞാൻ വരയ്ക്കുന്നത് കണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറന്നുപോയി. പിന്നെ അത് ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. 2-3 ദിവസം മുന്നേ എന്തോ വരച്ചു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കയറിപ്പോയപ്പോഴാണ് ഇങ്ങനെയും ഉണ്ടക്കണ്ണാക്കി എടുക്കാം എന്നെനിക്ക് മനസ്സിലായത്. സത്യത്തിൽ ഞാൻ സാധാരണ എനിക്ക് വരയ്ക്കുന്ന പോലെ വരച്ചതാണ്, പക്ഷേ അന്നേരം കുറച്ച് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ദിസ് ഇസ് എ ന്യൂ ഇൻവെൻഷൻ. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ ആരൊക്കെയോ ഇൻവെൻറ്റ് ചെയ്തതാണെന്ന് മാത്രം. നമ്മളത് സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എടുത്തപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലേ. ഇത് ഇച്ചിരി അധികമായി വന്നു. അപ്പോൾ ഇത് നമുക്ക് അധികമാക്കാം. നമ്മളുണ്ടല്ലോ ഇങ്ങനെ വാട്ടർ പ്രൂഫും സ്മച്ച് പ്രൂഫൊക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ നേരത്തെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സാധനം അങ്ങോട്ട് കഴുകി കളയാനും വിചാരിക്കുന്ന പോലെ സാധനം. ഇപ്പോൾ ഞാനൊരു നോർമലായിട്ടുള്ളൊരു ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയി നോർത്താം, എനിക്കിത് ഇങ്ങനെ പിടിച്ച് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് തൂത്ത് പോകും, വൃത്തിക്ക് അതങ്ങ് തൂത്ത് പോകും. 2 പ്രാവശ്യം സ്മജ് ചെയ്തിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പോകില്ല, നമുക്ക് വേദന എടുക്കും അങ്ങനെ ഇരുന്ന് ഉരയ്ക്കുമ്പോൾ. നമ്മൾ പിന്നെ അത് നല്ല എണ്ണ ഇട്ടിട്ടോ അല്ലെങ്കിൽ സോപ്പ് ഇട്ടിട്ടൊക്കെ തന്നെ കഴുകണം. അപ്പോൾ വലിയൊരു ടാസ്ക്കാണത്. നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനെ റീമോഡിഫൈ ചെയ്തെടുത്ത് എങ്ങനെയെങ്കിലും മോൾഡ് ചെയ്ത് മാറ്റുക എന്നല്ലാണ്ട് അത് റിമൂവ് ചെയ്തിട്ട് മാറ്റുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളെ മസ്കാരയൊക്കെ ഇടലുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇവളെ ഒരുങ്ങുമ്പോൾ എല്ലാ സിസ്റ്റേഴ്സ്മാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മുടെ സിസ്റ്റേഴ്സിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അവരെ ആ വഴിക്ക് തന്നെ പോകാറ്. ഞാൻ അവൾ പുട്ടടിക്കുന്നു എന്ന് വേണ്ടി പറയാൻ വേണ്ടി പോകുന്നതല്ലാണ്ട് അവൾ എന്താ സത്യം പറഞ്ഞാൽ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ അവളെ കണ്ടിട്ട് ഏകദേശം വെച്ചിട്ട് ഇപ്പം നമ്മളിപ്പോൾ അനശ്വര മേക്കപ്പ് ട്യൂട്ടോറിയലല്ല മേക്കപ്പ് ലുക്ക് റീക്രിയേറ്റ് ചെയ്തു. അനശ്വര എന്നോട് വന്ന് പറഞ്ഞു തന്നിട്ടില്ലല്ലോ ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ഊഹിച്ചല്ലേ. അതേപോലെ ഊഹിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ഇരുന്ന് ചെയ്യാണ്. അവൾക്ക് ലാഷസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങിയ ലാഷസ് ആണ് നിറച്ച്. എനിക്ക് അങ്ങനെയൊന്നും അല്ല, എൻ്റെ നേരെ തിരിച്ചാണ്. അപ്പോൾ ഞാൻ അതൊന്ന് പൊന്തിച്ച് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ മസ്കാര യൂസ് ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. അപ്പോൾ കണ്ണ് ഏകദേശം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അടിയൊക്കെ എഴുതാറുണ്ടെന്ന് തോന്നുന്നു, അടിയിൽ കണ്ണ് എഴുതാറുണ്ടെന്ന്. ഞാൻ ആ ഫോട്ടോ നോക്കിയിട്ട് വരട്ടെ. പിന്നെ എൻ്റെ വീഡിയോസിൽ ആദ്യം തന്നെ കമൻറ്റ് ഇടുന്നതും എൻ്റെ വീഡിയോ ഏറ്റവും ഫസ്റ്റ് കാണുന്നതും അവളാണ്. എൻ്റെ ഒരു കണ്ടിന്യൂസ് സപ്പോർട്ടറാണ് കേട്ടോ. പേഴ്സണലി എൻ്റെ ഏറ്റവും ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകുമേ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് പറയുകയാണെങ്കിൽ അവളൊരു ശാലീന സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പുട്ടിയടിച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. എനിവേ, ഈ ഒരു വീഡിയോ അവൾ എന്നെ ആദ്യം കാണുന്നുള്ളതും അടുത്തൊരു ഫൺ ഫാക്റ്റാണ്. ഞാൻ അവളെ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം അവൾ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇടുക. ഏതായിരുന്നു കളർ ഇടുക നോക്കട്ടെ. ഞാൻ അവളെ തന്നെ മോഷ്ടിച്ചിട്ട് വേഗം ഓടി വരാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാവുന്ന് ഈ പ്രൊഡക്ട്സ് ഒക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടില്ല ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൂക്കിയിടുന്ന ഒരു സാധനം മേടിച്ചു. മേടിച്ചപ്പോൾ അത് ഞാനാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ഈശ്വര, അത് ഞാനാ ഫിറ്റ് ചെയ്ത് കൊടുത്തത്. അത് ഫിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് കൂടെ ഞാൻ കണ്ടതാണ് അവളെ പുതിയ ലിപ്സ്റ്റിക്ക്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതായിരിക്കും ഇടുന്നത്, പക്ഷെ തീരെ ഇടാറില്ല കേട്ടോ. ഒരു ഇച്ചിരിയൊക്കെ ഇടാറുള്ളൂ. ആകുമ്പോൾ ഒരു അവൾ ഈ കൊറിയൻകാരും കൂട്ടാ സൈഡിലല്ല. ഞാനൊക്കെ ലിപ്പിൻ്റെ അറ്റത്ത് കൂടി ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അത് സ്മഡ്ജ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കാറാണ്. പിന്നെ നമ്മളുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് ഐ പേഴ്സണലി തിങ്ക് ദാറ്റ് അതായിരിക്കും കുറച്ചും കൂടി സ്യൂട്ടബിൾ എന്നാണ് എനിക്ക് തോന്നാറ്. കാരണം എനിക്ക് ഈ ഉള്ളിലിട്ട് വെക്കുമ്പോൾ എന്തോ ഒരു നമ്മുടെ സ്കിൻ ടോണിന് ചേരാത്ത പോലെ തോന്നും. പക്ഷെ അവൾ നേരെ തിരിച്ചാണ്, അവൾ ഉള്ളിലാണ് ഇടുക. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇടാൻ അറിയില്ലാത്ത കാരണം ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കുറച്ച് തേച്ച് വെക്കുകയാണ്. അവളെ ലിപ്പ് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. കുറച്ചൊരു എന്താ പറയുക,
മിക്സ്ഡ് ആയിട്ടുള്ള കളറല്ലേ, ഉള്ളിൽ കുറച്ച് പിങ്കും പുറത്തേക്ക് ഒരു ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറ്, അങ്ങനത്തെ ഒരു കളറാണ്. അതുകൊണ്ട് അവളുടെ ലിപ്പിൽ, ചിലരുടെ ലിപ്പിൽ കണ്ടിട്ടില്ല ഏത് കളർ ഇട്ട് കഴിഞ്ഞാലും ഒരേ കളർ പോലെ തോന്നുന്നത്, അതേപോലെയൊക്കെ ഒരു തോന്നലാണ് എനിക്ക് തോന്നാറുള്ളത്. അതാ അതേപോലെ ഒന്നും എന്തായാലും എനിക്ക് വരാൻ പോണില്ല യെറ്റ്. ഞാൻ ട്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞി പൊട്ടും കൂടി തൊടാം. പൊട്ടൊക്കെ അവളുടെ മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മറ്റേ ശാലീന സുന്ദരി, നാടൻ സുന്ദരി ആ ടൈപ്പാണേ. കുഞ്ഞി പൊട്ടാണ് കേട്ടോ തൊടാറ്. അതുകൊണ്ട് ഞാനൊരു കുഞ്ഞി പൊട്ട് തൊടട്ടെ. ആ ഒരു ഫോട്ടോയിൽ പ്രത്യേകിച്ച് കുഞ്ഞി ഒരു ചുവന്ന പൊട്ട തൊട്ടേക്കുന്നത്. എൻ്റെ ഒരു കുഞ്ഞി ചുവന്ന പൊട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ഈശ്വര, എനിക്കാണെങ്കിൽ കുഞ്ഞി പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ ഫുട്ബോൾ ഗ്രൗണ്ട് പോലത്തെ മുഖത്ത് കാണുന്നതന്നില്ല. എന്നാലും സാരില്ല. പിരികം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നശിച്ച്. പിന്നെ സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ തന്നെ കുറേ പ്രാവശ്യമായി പറയുന്നു ഇപ്പോൾ സാരില്ല സാരില്ല എന്ന്, എന്നാലും സാരില്ല. ഇനി അവളുടെ ഹെയർ സ്റ്റൈൽ കേട്ടോ. ഹെയറാണ് അതിലും വലിയ ഓമടി. എൻ്റെ നീണ്ട മുടി, എൻ്റെ ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നീണ്ടതല്ല കേട്ടോ, പക്കാ നീണ്ടതെന്നല്ല. എൻ്റെ ഒരു വേവി ഹെയർ ആണ്, അവളുടെ പക്കാ കേളി ഹെയർ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു വേവി ഹെയർ ആണ്. അപ്പോൾ അവളുടെ പോലെ ഒരു ഹെയർ സ്റ്റൈൽ ആക്കി എടുക്കുക എന്ന് പറയുന്നതും അടുത്ത ടാസ്ക്കാണ്. അവളുടെ ഇപ്പുറ സൈഡിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ ഈ സൈഡില്ലേ, ഇതേ സൈഡ്, ഇടത്തെ സൈഡ് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ വലത്തായിട്ട് തോന്നുക. ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. എൻ്റെ ഈ ഇടത്തെ സൈഡായിരുന്നു ഞാനും വകച്ചിലിടുക. പക്ഷെ വകച്ചിലിട്ടിട്ടിട്ട് ഇവിടെ എനിക്ക് മുടി കയറി കഷണ്ടിയായി. അപ്പം ഞാനത് നിർത്തിയിട്ട് ഞാൻ ഇപ്പുറ സൈഡിൽ കൂടെ ആക്കി. കാരണം ഇവിടെയും കൂടി കയറി കഴിഞ്ഞാൽ ഞാൻ രണ്ടും കൂടി ഭംഗിയാവുമെന്നറിയാം. പക്ഷെ ഇവിടെ കയറിയില്ല കേട്ടോ, ഇവിടെ മാത്രമേ കയറിയിട്ടുള്ളൂ. മേ ബി ഇതൊരു, ഞാൻ 10ാം ക്ലാസ് +2 ഒക്കെ എത്തുന്നവരെ ഇവിടെ തന്നെയായിരുന്നു കിട്ടുക. അപ്പോൾ +2 വരെ എന്ന് പറയുമ്പോൾ +2 പഠിക്കുമ്പോൾ എനിക്ക് 17 വയസ്സുണ്ട്. 17 വർഷം ഞാൻ ഇതേ രീതിയിൽ ചിരിയും കൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ആയിപ്പോയത്. ഇനി ഒരു 17 വർഷം കൂടി ആകുമ്പോൾ ഇവിടെയും കൂടി ആകുമായിരിക്കും, വട്ടവർ. അപ്പം ഞാൻ ഈ സൈഡിൽ തന്നെ ചിക്കണം അല്ലേ. അവിടെ ഈ സൈഡിൽ തന്നെയാണ് ചെയ്യാറ്. എല്ലാവരെയും അങ്ങനെ കയറിയിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങനെ എങ്ങാണ്ടോ അവൾ ചെയ്യുന്നേ. എന്നിട്ട് ഇവൾ ഈ ഒരു ഹെയർ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കുത്തി വെക്കും. ഞാൻ കുത്തട്ടെ. ഇതൊക്കെ അവളുടെ ഒരു സ്ഥിരം ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇനി ഇവിടുന്ന്, ഇതാണ് പൈൽ കെട്ടി വച്ചേക്കുന്നത്, ഇവിടുന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെന്തോ ഞാൻ കണ്ടേ. ഒന്നുകൂടി നോക്കിയിട്ട് വരാവേ. ഇല്ല കേട്ടോ, അവിടെ നിന്ന് എടുക്കുന്നില്ല. ഇനി ഇത് മൊത്തത്തിൽ കൂട്ടിപ്പിടിച്ച് കെട്ടി വെക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടട്ടെ. എനിക്ക് വേദനിക്കുന്നു കേട്ടോ, ഇവിടുന്നൊക്കെ ഇങ്ങനെ വലിച്ച് കെട്ടി വെച്ചിട്ട്. പക്ഷെ ഇങ്ങനെയൊന്നല്ല, അവളുടെ ഇങ്ങനെ ഒട്ടിയാണ് ഇരിക്കുക. അവളുടെ തല നല്ല വട്ട തലയാണ്. എൻ്റെ മുടി ഇവിടെ ഇങ്ങനെ പൊന്തിയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം അത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തായിരുന്നു ചെയ്യാനുള്ളത്? ഇനി ഇയറിങ്സ് ആണ് കേട്ടോ. ഇയറിങ്സ് നിങ്ങൾക്ക് ഇതും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്കും ഏച്ചിക്കും ഏകദേശം എല്ലാം തന്നെ ഒരേപോലെ ഉണ്ട്. എല്ലാം തന്നെ. ഇപ്പോൾ ഈവൻ ഡ്രസ്സസ് ആയാലും ഞാൻ പറയും ഈസി ബൈ ഞാനും ഏച്ചിയും വാങ്ങിയ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈസി ബൈയിൽ ഏച്ചിക്ക് ഏത് ബനിയനുണ്ടോ അത് തന്നെ എനിക്കുണ്ട്. പിന്നെ ഏച്ചിക്ക് ഏത് കമ്മലുണ്ടോ അത് തന്നെ എനിക്കുണ്ട്. പിന്നെ ഞാനും ഏച്ചി പണ്ട് മുതൽ ഈവൻ ഡിഗ്രി, ഞങ്ങൾ രണ്ടുപേരും നഴ്സിംഗ് പഠിച്ചത് വരെ ഒരേ കോളേജിലാണ്. അതുവരെ ഞാൻ 1 മുതൽ +2 വരെ അവളെ കൂടെ, അവളെ ജൂനിയറായിട്ട്. അവൾ എന്നെക്കാട്ട് 1 വയസ്സ് മൂത്തതാണ്. അവളെ ജൂനിയറായിട്ടാണ് ഞാൻ പഠിച്ചത്. നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ജൂനിയറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വരെ എന്തെന്ന് സെപ്പറേറ്റ് ആക്കപ്പെട്ടിട്ടില്ല. അത്രയും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇയറിങ്സും അതേപോലെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇയറിങ്സും ഒരേപോലെ ഉണ്ട്. അപ്പോൾ അവളുടെ അതേ സെയിം ഇയറിങ് എൻ്റെ കയ്യിലുള്ള കാരണം അതെടുത്തിടട്ടെ. എന്നെ പോലെ അവൾ വല്ലാണ്ട് ഓവറല്ലാത്ത കാരണം ഓക്കെ, അവൾ അവളുടേതായ രീതിയിൽ ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഓവറായിട്ടല്ല. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ കമ്മലുണ്ട്. അവൾ അവളെ കമ്മൽ ഊരാറില്ല, ഞാൻ എൻ്റെ കമ്മൽ ഇടാറില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. അതാ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേപോലെ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു ലുക്കും ഇവളുടെ ഈ ഒരു ലുക്കും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.